കാലത്ത് നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അസ്മ താത്താന്റെ കൂടെ ഓണം ആഘോഷിക്കാം. ചെല്ലച്ചെറു വീടു തരാ, പൊന്നോഞ്ഞാലിട്ടു തരാ, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. ഞാനൊരു കഥ പറയാം, കാതിലൊരു കഥ പറയാ, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. ലാ 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 ലാ. ചെല്ലച്ചെറു വീടു തരാ, പൊന്നോഞ്ഞാലിട്ടു തരാ, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. ഞാനൊരു കഥ പറയാം, കാതിലൊരു കഥ പറയാ, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. ലാ 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 ലാ. ഹായ്, നമസ്കാരം. ഞാൻ അസ്മ കൂട്ടായി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ ഓണം ആഘോഷിക്കുന്നത്, എൻ്റെ ഓണവിശേഷം പങ്കുവെക്കുന്നത് സലഫി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ സെഹറയോടൊപ്പമാണ്. ഐഷ സെഹറയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഓണമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. കാരണം ആ കാലത്ത് അയൽവാസികളുടെ കൂടെ പോയി പൂ പറിക്കുകയും പൂക്കളം ഇടുകയും അതുപോലെ ഓണത്തിൻ്റെ ഭക്ഷണം അന്നത്തെ ദിവസം ഫുള്ളും അയൽവാസികളൊക്കെ കൂടെയാണ്. അതോടൊപ്പം എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഒരുപാട് ഓണം വിഷുവും ഞാൻ ആഘോഷിച്ചത്, ഭക്ഷണം കഴിച്ചത് എല്ലാം എൻ്റെ പ്രിയ കൂട്ടുകാരി, അത് പ്രശസ്ത ഗായികയുമായ PC യമുനയുടെ വീട്ടിലാണ്. അന്ന് ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. യമുന, വിക്രമൻ, വിജയേട്ടൻ, ശോഭ ചേച്ചി, അങ്ങനെ ഒത്തിരി എല്ലാവരുടെ അവരെ ആ അച്ഛനൊന്നും ജീവിച്ചിരിപ്പില്ല. ഒരു സ്വന്തം മോളെ പോലെയാണ് എന്നെ കണ്ടിരുന്നത്. അവർ എല്ലാ ഓണത്തിനും ഞാനും എൻ്റെ കുടുംബവും അവരുടെ വീട്ടിലുണ്ടാവും. അതുപോലെ പെരുന്നാൾ വന്നാൽ അവർ നമ്മുടെ വീട്ടിലും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇന്നിപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാവരും എന്താ പറയുക, ഓണ ആഘോഷത്തിന് പോലും കാണാൻ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അന്ന് ആ ഓണമൊക്കെ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഓണമാണ്. എന്തായാലും എന്താ പറയുക, ഈ കോവിഡ് എന്ന മഹാമാരി ഈ ലോകം വിട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇനി വരുന്ന കാലഘട്ടം ഓണവും വിഷുവും പെരുന്നാളും എല്ലാം ആഘോഷമായി നടത്താൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐഷ സെഹറക്കും കുടുംബത്തിനും സലഫി സ്കൂളിലുള്ള എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ നന്ദി, നമസ്കാരം.